എടി ഭയങ്കരി, അവൾ അങ്ങനെ പറഞ്ഞോ? ഒന്നുമില്ലേലും ഇങ്ങേര് പണിയെടുത്ത കാശ് കൊണ്ട് കുറച്ചു നാളെ തിന്നതല്ലേ അവളും അവളുടെ മക്കളും. അതെങ്കിലും അവൾ ഓർക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇങ്ങേരെന്ത് കുറ്റം ചെയ്തെന്നാ? പട്ടിണി കിടക്കുന്ന ഇവനൊക്കെ കുറച്ച് വരുമാനം ആയിക്കോട്ടെ എന്ന് കരുതി ഒരു സഹായം ചെയ്യാന്ന് വെച്ചപ്പോ അതായി കുറ്റം. ഇനി അത് പറഞ്ഞ് നാട്ടുകാരെ അറിയിക്കണ്ട. അവൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കൊരു കുഴപ്പം വരാൻ ഞാൻ നോക്കിക്കോളാം. എന്താ പോരെ? എന്നാലും ഒരു പേടി സാറേ, സാറെങ്ങാനും ഇല്ലാത്തപ്പോ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചാ? ആരെ വിളിപ്പിക്കാൻ? കേസിന്റെ ഗതി തിരിഞ്ഞില്ലേ? ഇപ്പൊ പാർട്ടിക്കാർക്കായാലും ഫെർണാണ്ടസ് മുതലാളിക്കായാലും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാൻ മതി എന്നായി. ആണോ? രാമവും കുഞ്ഞിനും കണ്ടാൽ അറിയാവുന്ന ഒരു 3-4 പേർക്ക് ഒരു ചെറിയ പെറ്റി കേസ് അത്ര ഇനി സംഭവിക്കാനുള്ളൂ. ഈ കണ്ടാൽ അറിയാവുന്നവര് ഞാൻ പെടുവോ? അതിന് തന്നെ ആരെങ്കിലും കണ്ടാൽ അറിയണ്ട എന്റെ കാണാരാ. അയ്യോ, എന്തിനാ സാറ് ചിരിച്ചത്? അമ്മാവ രാമൻകുഞ്ഞിന് പോടാ, നല്ല തെറിയല്ലേ? മൈൻഡ് ചെയ്യണ്ട, പോയേക്കാം. എന്താ ഇത്? ഇവിടെ ഇവിടെ എന്താ ഇത്? രാമൻകുഞ്ഞ് ദുരിതാശ്വാസ ഫണ്ട്. ദുരിതാശ്വാസ ഫണ്ട്? മരുന്ന് മേടിക്കാൻ പോലും ഗതിയില്ലെന്നാ കേട്ടത്. സഹായിക്കാൻ ആരും ഇല്ലെങ്കിൽ ചത്തുപോകും. ചാവർട്ടടാ, ചത്ത നിനക്കെന്താ ചേതം? പാർട്ടിയെ വഞ്ചിച്ച ഇതായിരിക്കും ഗതി, അത് ആർക്കായാലും. ജാനകിയും കുട്ടികളും അവരുടെ കാര്യത്തിനെങ്കിലും ഇന്നത്തോടെ നിർത്തിക്കോ. പറഞ്ഞിട്ട് ചവിട്ടാ. മേലാൽ അവരെ സഹായിക്കാൻ ഇവിടെ ആരെങ്കിലും ഇറങ്ങി നിറഞ്ഞ അവരുടെ ഗതി തന്നെയായിരിക്കും എല്ലാവർക്കും. വർഗവഞ്ചവർക്കേ മാപ്പില്ല. തെണ്ടട്ടെ തള്ളി മക്കള്. പിന്നല്ലാതെ വരേന്ദ്രപ്പ മനസ്സിലാക്കിക്കോ. അവന്റെ അമ്മയുടെ ഒരു പാർട്ടി, ആ പേരിലെങ്കിലും ഒന്ന് ജീവിക്കാന്ന് വെച്ച സമ്മതിക്കില്ലാത്ത ജന്തുക്കള് ഇനി ജബാറിന്റെ ഇടയിലെ പറ്റുകൊടുക്കാൻ എന്ത് ചെയ്യും? കളാത്. വ്യാജമായ ആരോപണങ്ങൾ അഴിച്ചുവിട്ട് യഥാർത്ഥ വസ്തുതയെ വളച്ചൊടിക്കാനാണ് മാന്യ പത്ര സുഹൃത്തുക്കൾ ശ്രമിക്കുന്നതെന്ന് വളരെ ഖേദപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ സംഭവിച്ചത് ഗ്രൂപ്പിസം അല്ല. മുഖ്യമന്ത്രി കയ്യേറ്റ ഭൂമി സന്ദർശിക്കുന്നതിന് തലേദിവസമുണ്ടായ ഒരു നിസാര സംഭവത്തെ ഇത്രയേറെ ഊതിപ്പെരുപ്പിക്കാനും അത് ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ് പരത്തിക്കാനും ശ്രമിച്ചത് അദ്ദേഹത്തെ ഈ പരിപാടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ് പാർട്ടിയുടെ പക്ഷം. അതിലൊരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. രാമൻ കുഞ്ഞൊരു ഗ്രൂപ്പിന്റെ വക്താവല്ലെന്നാണോ? അല്ല സഹോദരി, അങ്ങനെ പറഞ്ഞു പരത്തുന്നതാണ്. ഞങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടന്നത്. അപ്പൊ മുഖ്യമന്ത്രി തിരിച്ചുപോയതോ? മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ വിജയിച്ചു. പക്ഷേ അദ്ദേഹത്തെ കാര്യങ്ങൾ തെളിവ് സഹിതം ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിയും. രാമൻകുഞ്ഞിനെ ഒറ്റപ്പെടുത്താനും സംഘർഷവുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നതായി കേട്ടല്ലോ. കേട്ടതല്ലേ ഉള്ളൂ, കണ്ടില്ലല്ലോ. കുറെ നാളായി രാമൻകുഞ്ഞ് പിന്തുരുപ്പ സ്വഭാവം കാണിക്കുന്നു. അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി. ദാരിദ്ര്യം മൂത്തപ്പോൾ മുതലാളി പറഞ്ഞത് അയാൾ കേട്ടിരിക്കും. മുതലാളിയുടെ സഹായത്തോടെ ഒരു പറ്റം ഗുണ്ടകളാണ് രാമൻകുഞ്ഞിന്റെ നേതൃത്വത്തിൽ പണിക്കിറങ്ങിയത്. അതിലെ തൊഴിലാളികൾ എതിർത്തു എന്നുള്ള നേരാണ്. അതിൽ ഒരുപാട് പേർക്ക് ഗുരുതരമായ പരിക്കുമുണ്ട്. ജില്ലാ ഹോസ്പിറ്റൽ സന്ദർശിച്ചാൽ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ രാമൻകുഞ്ഞിനെ സംരക്ഷിക്കാമെന്ന് ഏറ്റവർ കാലുവാരി. അവർ തന്നെയാണ് രാമൻകുഞ്ഞിനെ തല്ലിയതും അവശ നിലയിലാക്കിയതും. ഞങ്ങളുടെ മേൽ ചാരാലോ? അതെ, ഇതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണം നേരിടാനും പാർട്ടി തയ്യാറാണ്. സമരം ഇനി കൂടുതൽ ശക്തമാക്കാനാണോ പാർട്ടിയുടെ പരിപാടി? ഞങ്ങൾക്ക് സമരം തുടരണമെന്നോ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കണമെന്നോ ആഗ്രഹമൊന്നുമില്ല. മുതലാളിയുടെ ഭാഗത്തു നിന്നും തൊഴിലാളികൾക്ക് അനുകൂലമായ നീക്കുപോക്കുണ്ടായാൽ സമരം പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പാർട്ടിക്ക് മുഖം രക്ഷിച്ചേ പറ്റൂ, പിടിവാശി വേണ്ട. അല്ല, പത്രവാർത്ത സത്യമാണെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് വിളിച്ചതാ. സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ഇച്ഛാനും ആഗ്രഹമുണ്ട്. അവനോട് പാമ്പറ. ജോബിയാണോ പാർട്ടി? 57-ലെ പാർട്ടി നടന്നാലേ കാലഹരണപ്പെട്ട് പോവുള്ളൂ. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട സുന്ദര. പിന്നല്ലാതെ. അതെ അതെ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. എന്നെ സഹായിക്കണം സർ, കുറച്ച് കാശ് തന്ന് എന്നെ സഹായിക്കണം സർ. രാമേട്ടന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ. എന്റെ കയ്യിലൊന്നുമില്ല സർ. നീ അകത്തേക്ക് വാ. ഇത് 5000 രൂപയുണ്ട്. തിരിച്ചു തരില്ല എന്നുറപ്പിച്ചുകൊണ്ട് തന്നെ ഞാനത് നിനക്ക് തരും. പക്ഷേ എനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണം.
ഈ ആപത്തിൽ നിന്നെ സഹായിക്കാൻ എനിക്കേ കഴിയൂ. കാശ് വെറുതെ ഉണ്ടാവുന്നല്ലോ. അത് നിനക്ക് വേണ്ടി ചെലവാക്കുമ്പോൾ ഞാനൊന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? എന്താ രാജേഷ്, നിങ്ങൾ സ്കൂളിലേക്കാ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ഇന്നലത്തെ മഴത്ത് സ്കൂള് വീണു. ഇനി കുറച്ചു നാളത്തേക്ക് ക്ലാസ് ഉണ്ടല്ല. രമണിയേ, ഓ എന്താ ഇത്തമ്മച്ചി? ഞാനൊന്ന് മോന്റെ പെണ്ണുവീട് വരെ പോവുക. നാളെ വരൂ. താക്കോല് നീ പിടിച്ചോ. രാവിലെ വർഗീസ് വരും, അപ്പൊ കൊടുത്താ മതി. ശരി. മരുമോടെ ഇടവകയിൽ പെരുന്നാളാ, ബിഷപ്പാ വരുന്നേ. ആ കുർബാന ഒന്ന് കൈക്കൊള്ളാതിരുന്നാൽ എങ്ങനാ? അത് കഴിയുമ്പോ രാത്രിയാകുന്നേ. നാളെ രാവിലെ അവരോടൊപ്പം ഒരുമിച്ച് ഇങ്ങ് പോരാ. ഓ പിന്നെ അടുക്കളവാതിന്റെ കുറ്റി അത്ര ശരിയല്ല. പുറത്തുനിന്ന് ആരെങ്കിലും വിചാരിച്ച് തുറക്കാം. ഒരാശാരിയെ വിളിച്ചിട്ട് ആഴ്ച ഒന്നായി. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഒക്കെ ഞാൻ നോക്കിക്കോളാന്നേ. പഴയ കാലമൊന്നും അല്ലല്ലോ, വലുതായിട്ടൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും നമ്മളെ സൂക്ഷിക്കണ്ടായോ? പിന്നെ എന്നാ ഞാൻ വരട്ടെ. ഓ മോള് വെള്ളം കുടിക്കേ. എനിക്ക് വേണ്ട, എന്നെ അമ്മയടുത്ത് കൊണ്ടുപോ. സമയം കിട്ടുമ്പോ അമ്മ വരാന്ന് പറഞ്ഞതല്ലേ മോള്. എനിക്ക് അമ്മയെ കാണണം. മോളിങ്ങനെ വാശി പിടിച്ച ചേട്ടൻ എന്താ ചെയ്യാ? അങ്ങോട്ട് നമുക്ക് പോവാൻ പറ്റില്ല, ഒത്തിരി ദൂരമുണ്ട്. ഇവിടെ കിടന്ന് ഞാൻ വിശന്ന് ചാവും. എന്നെ കൊണ്ടുപോയി ആക്ക്. മോള് വിഷമിക്കണ്ട. മോൾ കഴിക്കാനുള്ള ഭക്ഷണം നമുക്കൊരിടത്തുനിന്ന് കിട്ടും. എവിടുന്ന്? അതൊക്കെ ഉണ്ട്. വേണ്ട, എനിക്കറിയാം. എന്നെ കളിപ്പിക്കാൻ പറയുന്നതാ. അല്ല മോളു, പക്ഷേ നേരിട്ടുന്നവരെ കാത്തിരിക്കണം. ഇരുട്ടുന്നത് വരെയോ? അവർക്ക് എങ്ങനെ എല്ലാ ദിവസവും എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നിയായിരുന്നെങ്കിൽ പോയാ പോരാ, താക്കോലും തരണം. പിന്നെ ഇപ്പൊ തന്നതോ? ഓടിക്കള്ളി കേറി വാ. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തിന്? ഇലഞ്ഞി തറവാട്ടിൽ ഇങ്ങനെ ഒരു മണിയർ ഒരുക്കിയതിന്. ഒന്ന് പോ സാറേ. സത്യാടി, ചെറുപ്പകാലത്ത് വളരെ ദൂരെ നിന്ന് ഞങ്ങൾ ഈ വീട്ടിലേക്ക് അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. ഒരു കാലത്ത് തമ്പ്രാക്കന്മാരല്ലായിരുന്നു ഇവര്. ഇപ്പോഴും മോശമല്ല. ഏതായാലും ഈ 5 സ്റ്റാർ സെറ്റപ്പ് നമുക്ക് ശരിക്കൊന്ന് ആഘോഷിക്കണം. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ലൈറ്റ് ഓഫ് ചെയ്യാനോ? അതിനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നാണം വരുന്നു. നാണം എന്നാ ഞാനൊന്ന് കാണട്ടെ. ഛേ, വേണ്ട സാറേ, എന്നതാ? ഇവിടെ ഒന്നും ഇല്ലെന്നേ. ശബ്ദം ഉണ്ടാക്കാതെ മോളെ, ചേട്ടൻ നോക്കട്ടെ. അരി പപ്പടം ഉണ്ട്. നമുക്ക് കഞ്ഞി വെച്ചാലോ? കരയില്ലേ?
കരയിലെ മോള് കരയില്ലേ? ആദ്യം നമുക്ക് പപ്പടം ചുടും. കഞ്ഞി വേവുന്നതുവരെ മോൾ സഹിക്കും തോന്നില്ല. കരയാതെ മോളെ. വലിയ ഗമയ്ക്ക് പോയത് തന്നെ മിച്ചം. അപ്പം കൈക്കാരനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തിരുമേനി ഒന്ന് അടുത്ത് കാണാൻ പറ്റുമോ എനിക്ക്? ഞാനേതാണ്ട് ഒരു പട്ടിയെ പോലെ. അമ്മച്ചി താക്കോല് വാങ്ങിച്ചോണ്ട് വാ. എന്നതാടാ നിന്റെ ഭാര്യ വീട്ടുകാർ പറഞ്ഞപ്പോ നിനക്കൊരു ദണ്ണം? മനഃപൂർവ്വ ഞാൻ ഇന്ന് അവിടുന്ന് പോരണമെന്ന് വാശി പിടിച്ചത്. നിന്റെ ഭാര്യയുടെ വീട്ടുകാരുടെ പത്രാസ് കാണാനേ ഇത്തമ്മയെ കിട്ടത്തില്ല. അല്ല പിന്നെ രമണിയേ, രമണി, കാണാരാ? ഞാനാ. നീ എന്താ ഇത്ര നേരത്തെ കയറി കിടന്നു തുടങ്ങിയ? രമണി എന്തിയേ? എന്താ ഇവിടെ ഒരു പപ്പടം ചുടണ മണം വരുന്നേ? പപ്പടോ, നീ ഇവിടെ കിടക്ക്. ഇപ്പൊ നിനക്ക് പല മണം തോന്നും. എന്തേ അമ്മച്ചി? ആളവിടെ ഇല്ല. അവളിവിടെ കാണുമെന്ന് ശ്രദ്ധിച്ചേക്കണം പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണ്. രമണിക്ക് അതൊരു ബുദ്ധിമുട്ടായി കാണും. ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാട്ടെ പൂട്ട് തുറന്നിട്ടുണ്ടല്ലോ. രമണി, അയ്യോ ചതിച്ച ഭഗവാനെ. രമണി, രമണി, രമണിയേ. ബഹളുണ്ടാക്ക് രമണി. ഇവര് കക്കാൻ കേറിയതാ. വിളിച്ച് ബഹളുണ്ടാക്ക്, അവര് കേക്കട്ടെ. ബഹളുണ്ടാക്കടി. മോഷ്ടിക്കാൻ വന്നാണല്ലേ? അല്ല, ഞങ്ങളെ ചെയ്യില്ല. ശരിയാക്കി തരാം. അയ്യോ കള്ളന്മാരെ പിടിച്ചേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. കള്ളനോ? ആരാ നോക്കടാ. കള്ളന്മാരെ പിടിച്ചേ. ആരാണോ? നിക്കടാ. ഓടി വായോ, കള്ളന്മാരെ പിടിച്ചേ. ഇത്തമ്മേച്ചി, ഇവര് കക്കാൻ കേറിയതാ. പതുങ്ങി കേറുന്ന കണ്ട് ഞാൻ പുറകെ വരുമായിരുന്നു. എന്റെ കർത്താവേ.